ഏവർക്കും സൂബേഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. +2 സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെ കുറച്ച് പോർഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്തായിരുന്നു റീപ്രൊഡക്ഷൻ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണല്ലേ. റീപ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് ദ ബയോളജിക്കൽ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ദെയർ ഓഫ്സ്പ്രിങ്സ് ദാറ്റ് ആർ സിമിലർ ടു ദംസെൽസ്. അവരുടേതായ ഒരു ഓർഗാനിസത്തിനെ, പുതിയൊരു ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്താണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതിലെ ഇവന്റ്സ്, അതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നോക്കാം എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹെൽത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. WHO പറയുന്നത് ദ ടോട്ടൽ വെൽ ബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ. സാധാരണയായി നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഹെൽത്തിനെ കുറിച്ചാണ്. പക്ഷെ WHO പറയുന്നത് ഒരു ഓർഗാനിസം റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആണെന്ന് പറയണമെങ്കിൽ ആ ഓർഗാനിസം ഫിസിക്കലി, ഇമോഷണലി, ബിഹേവിയറലി എല്ലാം എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം എന്നാണ്. ഇനി നമ്മുടെ ഇന്ത്യ ആണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കൺട്രി. അപ്പോൾ ഈ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ഈ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കുറേ ആക്ഷൻ പ്ലാൻസ് ഒക്കെ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ 1951 ആദ്യമായിട്ട് നമ്മുടെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 1951 ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് RCH വഴിയായിട്ട്, അതായത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അതിൽ വരുന്ന കുറേ പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ നമ്മളറിയാം, നമുക്ക് ഈ ഒരു പ്യൂബർട്ടി ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ അംഗൻവാടി വഴിയായിട്ട് കുറേ അവയർനെസ് പ്രോഗ്രാംസ് ഗവൺമെന്റ് വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അവയർനെസ് പ്രോഗ്രാംസ്, അതേപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ, ദെൻ അവൈലബിലിറ്റി ഓഫ് ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്, അതായത് ഈ വിവാഹപ്രായത്തിയ കുട്ടികൾക്ക്, മാരേജബിൾ ഏജസിലുള്ള ആ ഒരു ഗ്രൂപ്പിന് ഈ ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ കുറിച്ച് ഒരു ക്ലാസ് അവയർനെസ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ആശാവർക്കർമാർ വഴി പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസിനും ദെൻ പോസ്റ്റ്നേറ്റൽ കെയർ, പ്രഗ്നൻസിയിലും അതേപോലെ തന്നെ പോസ്റ്റ്നേറ്റൽ കെയറിലും ചൈൽഡ് കെയറും എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും RCH വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ്.